സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഗ്രഹമേ മുഹമ്മദ് മുസ്തഫ, അനുഭൂതിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് മുഴുവനും വിളക്കായി വന്ന തിരുദൂതരെ, വസന്തമേ മദീനയുടെ നിലാവേ മുസ്തഫ മുഹമ്മദേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരു ലോകത്തിനും വിളക്കായി വന്ന തിരുദൂതരെ, ജാഹിലിയ്യത്തിന്റെ കൂരിരുട്ടിലേക്ക് ഇസ്ലാമിന്റെ ഇഖ്ലാസിന്റെ വെള്ളി വെളിച്ചത്തെ സമർപ്പിച്ച തിരുദൂതരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഈ ലോകത്തെ കൂട്ടുകാരെ പോലെ എനിക്ക് പരലോകത്തും കൂട്ടുകാരുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഈ ലോകത്തെ കൂട്ടുകാരൊക്കെ എന്നറിയില്ലയോ, അതുപോലെ എനിക്ക് പരലോകത്തും കൂട്ടുകാരുണ്ട്. എന്റെ രണ്ടയൽക്കാരാണ് തുൽഹത്തും വസുബൈറും ജഅറായ ഫിൽ ജന്ന എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുൽഹയും സുബൈറും എന്റെ പരലോകത്തെ എന്റെ ആഖിറത്തിലെ കൂട്ടുകാരെന്ന് കള്ളം പറയാത്ത മുഖ്ബിറെ സാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുൽഹത്തും സുബൈറും സ്വർഗത്തിലെ എന്റെ രണ്ട് കൂട്ടുകാരാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനെ അള്ളാഹു നിയോഗിച്ചു വെച്ചിട്ടുണ്ട് നാളെ സ്വർഗത്തിൽ. അങ്ങനെയുള്ള എന്റെ നാളെ സ്വർഗത്തിലെ കൂട്ടുകാരനത് മറ്റാരുമല്ല, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുൽഹ വസുബൈറുൻ ജഅറായ ഫിൽ ജന്ന. തുൽഹയും സുബൈറും എന്റെ സ്വർഗത്തിലെ രണ്ട് അയൽക്കാരാണ്, രണ്ട് കൂട്ടുകാരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഗ്രഹം പോലെ മുഴങ്ങേണ്ട സ്വലാത്ത്, അനുഗ്രഹം പോലെ ചുണ്ടുകളിൽ നിന്നും അണമുറയാതെ ഒഴുകേണ്ട പ്രവാഹം പോലെ സ്വലാത്ത്, 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 സ്വലാത്ത്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് സഹാബത്തെ, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. എങ്ങനെയാണ് റസൂലേ അങ്ങയുടെ ജീവിതം ഞങ്ങൾക്ക് ഖൈറാവുന്നത്? എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറല്ലയോ സഹാബ? ഞാൻ വന്നപ്പോഴാണ് നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പരിചയപ്പെടുത്തി തന്നത്. ഈ മുത്തായ നബിയാണ് ഏകദൈവത്വത്തിന്റെ സിദ്ധാന്തത്തെ ലോകത്തിന് പരത്തിയത്. ഏകനായ സൃഷ്ടാവാണ് നമ്മെ നിയന്ത്രിക്കുന്നതെന്ന്, ഒരുപാട് ദൈവങ്ങളില്ലെന്ന്, ഒരൊറ്റ ഏകനായ സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിങ്കലേക്കാണ് എല്ലാത്തിന്റെയും മടക്കമെന്ന്. ഇതെല്ലാം അവന്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി ചരിക്കുന്നത് മാത്രമാണെന്ന്, സകല ചരാചരങ്ങളും അവരിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നതെന്ന്. വശംസു തജ്രീ മുസ്തഖറുൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ കദീം ലശംസു യംബഇ ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വലകും ഫീ ഫലകി യസ്ബഹൂൻ. സകല ചരാചരങ്ങളുടെയും സഞ്ചാര പദങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്ന്, പുഞ്ചിരിക്കുന്ന പൂ അവന്റെ സ്വന്തമെന്ന്, പാട്ടുപാടുന്ന കുയിലും നൃത്തമാടുന്ന മയിലും എല്ലാ സംവിധാനങ്ങളും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾക്കതീതമെന്ന്, എല്ലാം അവനിലുള്ളതാണെന്ന് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചൊരുക്കുന്നവൻ റബ്ബുൽ ഇസ്സത്തായ മാലിക് യൗമിദ്ദീനായ അള്ളാഹുവാണെന്ന്, എല്ലാത്തിന്റെയും ഉടമസ്ഥനായ റബ്ബാണെന്ന്, അവനാണ് മഹ്ശറയെ സ്ഥാപിച്ചതെന്ന്, സ്വർഗ നരകങ്ങളുടെ ഉടമസ്ഥനവനാണെന്ന്, നാളെ മഹ്ശറാവൻ സഭയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനം വരുമെന്ന്, അവിടെ ഹിസാബിന്റെ കണക്ക് പുസ്തകം കയ്യിലേന്തേണ്ടി വരുമെന്ന്, അവിടെയെല്ലാം വിചാരണ ചെയ്യപ്പെടുമെന്ന്. ഞാനല്ലയോ എല്ലാം അള്ളാഹുവിന്റെ സത്യമതത്തെ നിങ്ങൾക്ക് ഞാനല്ലയോ എത്തിച്ചു നൽകിയത്? അതുകൊണ്ട് എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. എന്തുകൊണ്ടാണ് റസൂലേ അങ്ങയുടെ വഫാത്ത് ഞങ്ങൾക്ക് ഖൈറാവുന്നത്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുറിയാത്ത മന്ത്രം പോലെ സ്വലാത്ത്, അടങ്ങാത്ത ആരവം പോലെ സ്വലാത്ത്, അണമുറിയാത്ത ഇടമുറിയാത്ത മന്ത്രോച്ചാരണമേ സ്വലാത്ത്. സലാത്ത് സലാത്ത് സലാത്ത്, ഇടിമുഴക്കം പോലെ മുഴങ്ങുന്ന ഒരേ വചനമേ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് എത്തിച്ചു നൽകാൻ മലായിക്കത്തുകൾ തിടുക്കം കൂട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ റൗളാ ഷരീഫിൽ എൻ്റെ പച്ചക്കുബ്ബക്ക്, ഈ മുത്തായ നബിയുടെ പച്ചക്കുബ്ബക്ക് കീഴേ ഷറഫാക്കപ്പെട്ട ലിഖായിൽ ഉറങ്ങുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ശ്രേഷ്ഠയേറിയ മണ്ണേതെന്ന് ചോദിച്ചാൽ അത് റൗളാ ഷരീഫിന്റെ മണ്ണാണ്. അത് കഅബം സ്ഥിതി ചെയ്യുന്ന മക്കയുടെ മണ്ണല്ല, പകരം റസൂലുള്ളാന്റെ വന്ധ്യ ശരീരത്തെ ഏറ്റുവാങ്ങിയ റൗളാ ഷരീഫിലെ ഏറ്റവും ഉത്കൃഷ്ടമായ മണ്ണാണ്, ഏറ്റവും ഉന്നതമായ മണ്ണാണ്, ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണെന്ന് അത് റസൂലുള്ളാന്റെ ശരീരത്തെ ഏറ്റുവാങ്ങിയ മണ്ണാണ്. അതുകൊണ്ട് നബിയേ, അങ്ങയുടെ മേലെ സലാം 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 സലാമേ സലാം ഉസ് പർ കെ ജിസ്കെ സഖ്ത് കർകെ ജംഗ് കർതേ തേ. ദുഷ്ടരായ സ്വന്തം കുടുംബക്കാരാണ് ഈ ലോകത്ത്. ആരാണ് ആക്രമിക്കപ്പെട്ടത്? ഈ നബിയല്ലാതെ, ഈ മുത്തുനബിയല്ലാതെ സ്വന്തം ജനങ്ങളാൽ ഇത്രയേറെ ആക്രമിക്കപ്പെട്ട നേതാവാരുണ്ട്? നബിയേ, അങ്ങയുടെ മേലെ സലാം. അങ്ങയ്ക്കാണ് സലാത്ത് നബിയേ, അങ്ങയിലേക്കാണ് സലാം നബിയേ. പാപങ്ങളായ ഞങ്ങൾ അങ്ങയോട് സലാം ചൊല്ലുകയാണ് നബിയേ. അങ്ങയുടെ റബ്ബായ സൃഷ്ടാവായ തമ്പുരാനോട് ഇരക്കുകയാണ്. അങ്ങയുടെ മുന്നിലേക്ക് സലാത്തുകളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ റബ്ബായ സൃഷ്ടാവിനോട്, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ദുആ ഇരക്കുകയാണ്. റസൂലേ സലാം ഉസ് പർ വതൻ കെ ലോഗ് ജിസ്കോ തംഗ് കർതേ തേ. സ്വന്തം നാട്ടുകാരാൽ ഇത്രയേറെ ഉപദ്രവിക്കപ്പെട്ടവരുണ്ടോ? ചളിമണ്ണ് വാരിയെറിഞ്ഞവർ, കളിയാകി കൂക്കി വിളിച്ചവർ, ഒട്ടകത്തിന്റെ കുടൽമാല എടുത്ത് ശരീരത്തിലേക്ക് അടഞ്ഞവർ, കല്ലുകൊണ്ട് വലിച്ചെറിഞ്ഞവർ, കൂരമ്പുകൾ ഏൽപ്പിച്ചവർ, അപവാദങ്ങൾ മുഴുവനും പറഞ്ഞു പരത്തിയവർ, ഭ്രാന്തനാണെന്ന് വിളിച്ചവർ, ഭ്രാന്താണെന്ന് പറഞ്ഞു നടന്നവർ, എല്ലാ അക്രമങ്ങളും തൊടുത്തുവിട്ടവർ, സ്വന്തം നാട്ടുകാരാൽ, സ്വന്തം വീട്ടുകാരാൽ എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുത്ത തിരുദൂതരെ, അങ്ങേക്ക് സലാം, അങ്ങേക്ക് സലാം റസൂലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുകൊണ്ട് എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് സഹാബത്തെ. എന്തുകൊണ്ടാണ് നബിയെ അങ്ങയുടെ വഫാത്ത് ഞങ്ങൾക്ക് ഖൈറാവുന്നത്? ഞാൻ വഫാത്തായാലും നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എനിക്ക് എത്തിച്ചു നൽകപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, അതുപോലെ എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് സഹാബത്തെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ റഅയ്തു മിൻഹാ ഖൈറൻ. നിങ്ങൾ ചെയ്യുന്ന നന്മയാണ് എന്നിലേക്ക് എത്തിച്ചു നൽകപ്പെടുന്നതെങ്കിലോ, നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിലോ, ഹമിദുല്ലാഹ അലൈഹി, ഞാൻ അല്ലാഹുവിനോട് നന്ദി പറയും, ഞാൻ അല്ലാഹുവിനോട് നന്ദി പറയും. ഈ ഉമ്മത്തിന്റെ പ്രവാചകനായതിന്റെ പേരിൽ ഞാൻ അല്ലാഹുവിനോട് നന്ദി പറയും. വമാ റഅയ്തു ഗൈറ ദാലിക. തെറ്റാണ്, തിന്മയാണ് എന്നിലേക്ക് എത്തിക്കപ്പെടുന്നതെങ്കിലോ, ഇസ്തഗ്ഫറതുല്ലാഹ ലക്കും, ഞാൻ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം ചെയ്യുമെന്ന്
സത്യം മാത്രം പറഞ്ഞ മുസ്തഫത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ വ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. महबूब खुदा के जलवों से ईमान की आंखों रोशन है. महबूब खुदा के जलवों से ईमान की आंखों रोशन है. बेदेंगे ही जब से आलम है दीदार का आलम क्या होगा. ഞങ്ങൾ പാവങ്ങളുടെ ലോകം ഇത്രമേൽ മനോഹരമെങ്കിൽ ഈ മുത്തിനെ കാണാത്ത ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ മനനങ്ങളും ഞങ്ങളുടെ ലോകങ്ങളും ഇത്രമേൽ മനോഹരവും സുന്ദരവുമെങ്കിൽ നബിയേ, അങ്ങയുടെ കൂടെ നടന്ന സഹാബത്തിന്റെ ലോകം എന്താണ്? മെഹബൂബ ഹുദാ കെ ജൽവോ സേ ഈമാൻ കി ആങ്കോ റോഷൻ ഹേ. നബിയെ, അങ്ങയുടെ മുഖത്തിന്റെ ആ തിളക്കത്താൽ ഞങ്ങളുടെ കണ്ണുകൾ ചെഞ്ചായമണിയുന്നു നബിയെ. ഞങ്ങളുടെ കണ്ണുകൾ തിളങ്ങുന്നു നബിയെ. അങ്ങയുടെ ആ ഒരു പ്രഭാപൂരത്താൽ അങ്ങയുടെ ശരീരത്തിന്റെ തിളക്കത്തിൽ ഞങ്ങൾ അലിഞ്ഞില്ലാതാവുന്നു നബിയെ. പേദേങ്കെ ഹിജബ് സേ ആലം ഹേ ദീദാർ കാലം ക്യാ ഹോഗാ. അങ്ങയെ മനസ്സിൽ സ്മരിക്കുമ്പോ, അങ്ങയെ ഒന്നോർത്തു പോകുമ്പോ പോലും ഞങ്ങൾ തളരിതമെങ്കിൽ, ഞങ്ങളുടെ മനസ്സ് കുളിർമയേകുന്നതെങ്കിൽ കണ്ട സഹാബത്തിന്റെ അവസ്ഥ എന്താണ്? അങ്ങയുടെ കൂടെ നടന്ന സഹാബത്തിന്റെ അവസ്ഥ എന്താണ്? റസൂലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ